അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. ഏതായാലും താഴോട്ട് നടക്കുവാണ്. എല്ലാവരും വരുന്ന സമയം തോന്നുന്നു. നമ്മൾ ആദ്യമേ കയറിയതാണല്ലോ. ഓക്കെ, ഇതൊക്കെ അഡ്വഞ്ചർ പാർക്കേ, മൗണ്ടൻ മാജിക് അഡ്വഞ്ചർ പാർക്ക്. അത് തുറന്നിട്ടില്ല. അഡ്വഞ്ചർ പാർക്ക് എന്ന് എഴുതിയിട്ടുണ്ട്, മൗണ്ടൻ മാജിക് അഡ്വഞ്ചർ പാർക്ക്. ഓക്കെ, ഇത് തുറന്നിട്ടുണ്ട് കേട്ടോ. ഏയ് घूम के आएगा चलो, देख लेगा, घूम के आएगा. റെസ്റ്റോറൻ്റൊക്കെ തുറന്ന് വരുന്നുണ്ട് ഇവിടെയൊക്കെ. ചെറിയൊരു അഡ്വഞ്ചർ പാർക്ക്. ഇവിടെ ഇത് ഊഞ്ഞാലാടുന്ന സ്ഥലം കേട്ടോ, ഊഞ്ഞാലാടാം. പിന്നെ അവിടെ റോപ്പ് വേണ്ട മുമ്പോട്ട്. കടകളൊക്കെ തുറന്നു വരുന്നു. സ്വെറ്റർ ഇടേണ്ടി വരും, തണുക്കാൻ തുടങ്ങി. തണുപ്പ് കാരണം പിന്നെ സ്വെറ്റർ എടുത്തിട്ടു. കുറച്ചായി ഇരുന്നുള്ളൂ. നടപ്പിൻ്റെ കിതപ്പും വേർപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും തണുക്കാൻ തുടങ്ങി. അതുകൊണ്ട് പിന്നെയും സ്വെറ്റർ എടുത്തിട്ടു. നമുക്ക് താഴോട്ട് പോവാണ്. വണ്ടികളൊക്കെ വരുന്നു, ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇവിടെ നമ്മൾ കയറി വന്നപ്പം തുറന്നിട്ടില്ലായിരുന്നു. ഈ റെസ്റ്റോറൻ്റ് ഇപ്പോൾ തുറന്നു വരുന്നു. ലവ് ആൻഡ് ടേസ്റ്റി. ഇവിടുന്ന് ഇവിടെ उधर जाएगा ऊपर नहीं ना, तो स्नो भी कुछ लिखा है. चलो, ये तो गूगल में भी दिखा रहते हैं. इधर से चला, इधर से चलेगा. ഇവിടെ സ്നോ വ്യൂ എന്ന് പറഞ്ഞ് ഗൂഗിളിൽ കാണിക്കുന്ന സ്ഥലം ഇതായിരുന്നു തോന്നുന്നു. നമുക്കൊന്ന് പോയി നോക്കാം. അടിപൊളി. നമ്മൾ കയറിപ്പോകുന്ന സ്ഥലമുണ്ടോ? ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ഇങ്ങനെയുള്ള സ്ഥലത്തോടൊക്കെയാണ് നമ്മൾ കയറി പോകുന്നത്. ഓ, കയറ്റം പഠിക്കുന്നില്ല. നല്ല രസമുണ്ട് കേട്ടോ ഈ ഫോറസ്റ്റ് കാണാൻ. ഓക്കെ, വെൽക്കം ടു സ്നോ വ്യൂ നൈനിതാൾ. ഇതായിരുന്നു സ്നോ വ്യൂ പോയിന്റ്. നല്ല സ്ഥലമാണല്ലോ. ചെറിയൊരു മാർക്കറ്റൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വന്നേക്കാം. വ്യൂ പോയിന്റ് സ്നോ വ്യൂ. ഇവിടെ വേറെ ഡ്രസ്സിൽ ഫോട്ടോ എടുക്കാനുള്ള ലൊക്കേഷൻ. അവരുടെയൊക്കെ പനോരമ വ്യൂ പോയിന്റ്. ഓക്കെ, കടകളൊക്കെ തുറന്നു വരുന്നു. ഓക്കെ, ഇതാണ് വ്യൂ പോയിന്റ്. ഇവിടെ ഓക്കെ റെസ്റ്റോറൻ്റൊക്കെയാന്ന് തോന്നുന്നു. ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. അല്ല, തുണിക്കടയല്ലേ, തുണിക്കടയാണ്. മൊത്തം തുണിക്കടയൊക്കെയാണ്. ഇതായിട്ട് ഫോറസ്റ്റ് അങ്ങ് താഴെ നമുക്ക് കാണാം. നൈനിതാൾ ലേക്ക്. നല്ല രസമുണ്ടോ മരങ്ങൾ കാണാൻ? മരങ്ങൾക്കിടയിലൂടെ അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നൈനിതാളിലെ ലേക്ക് കാണാം. നാനി ലേക്ക് കാണാം. ഇത് മൊത്തം തുണിക്കടയാണ്. ഉത്തരാഖണ്ഡിലെ തുണി കിട്ടുന്ന ട്രഡീഷണൽ തുണി. സ്വെറ്ററൊക്കെ ഉണ്ട് കേട്ടോ, സ്വെറ്റർ, ജാക്കറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് മൊത്തം റെസ്റ്റോറൻറ്റ്, ഹോട്ടൽസ്
ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ മാർക്കറ്റ്. ഈ സ്നോ വ്യൂ പോയിൻറ്റിലെ ഒരു മെയിൻ മാർക്കറ്റാണ്. കാജായൊക്കെ പത്താനേ കാര്യം ചെയ്യാം, നമുക്കതിൻ്റെ മുകളിൽ കയറി നോക്കാം. ചായ ഊപ്പർ അതിൻ്റെ നമുക്ക് മുകളിൽ കയറി നോക്കാം. സംഭവം അറിയാലോ, നല്ല വ്യൂ പോയിൻ്റ് ആയിരിക്കും. അങ്ങോട്ടൊക്കെ ചെറിയ നല്ല കൊക്കയാണ്, അപ്പോൾ നല്ല വ്യൂ കിട്ടാൻ ചാൻസ് ഉണ്ട്. ചെറിയൊരു കുന്ന് മുകളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ വ്യൂ മൊത്തം കിട്ടും. സൂപ്പറല്ലേ. താഴെയാണ് നമ്മൾ കയറി വന്നത്. കുറച്ച് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താം. ഇവിടുന്ന് ഈ ഒരു കുന്നിൻ്റെ ടോപ്പ് വശമാണിത്. നമുക്ക് രണ്ട് സൈഡിലും കുന്ന് കാണാം. ഈ സൈഡിൽ മൊത്തം കുന്ന് കാണാം, നമുക്ക് ഈ സൈഡിലും കുന്ന് കാണാം. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കുന്നിന് മുകളിലാണ്. ഇവിടെ നിൽക്കാനും നടക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു പ്ലേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെ എന്നാ ഉള്ളതെന്ന്. ഇവിടെയും ഇത് തന്നെയാണ്, മൊത്തം ഹിമാലയം. നല്ല രസമുണ്ട് കാണാൻ അല്ലേ. മൊത്തം മലകൾ. അങ്ങ് ഇതിന് മുകളിൽ കണ്ടോ ടവറുണ്ട് കേട്ടോ. ഇതിന് മുകളിൽ, മലയുടെ മുകളിൽ ടവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുരങ്ങന്മാർ നല്ല രസമായിട്ടോ കാണാൻ. അവിടെയൊക്കെ ഓരോ കോട്ടേഴ്സുകളാണെന്ന് തോന്നുന്നു കേട്ടോ. പണിക്കാരൊക്കെ ആയിരിക്കാണ് താമസിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് മൊത്തം ഹിമാലയം മലനിരകൾ. നല്ല രസമുണ്ട് കാണാൻ. പിന്നെയും ചെറിയ വെയിലായെങ്കിലും സെറ്റർ ഊരിയിട്ടില്ല, തണുത്ത കാലമുണ്ട്. മരങ്ങൾ കാണാൻ നല്ല രസമല്ലേ, കൂർത്ത് പൊങ്ങിയിരിക്കുന്ന മരങ്ങൾ. ഏതും താഴോട്ടിറങ്ങി പോയേക്കാം. താങ്ക് യു, വിസിറ്റ് അഗെയിൻ. ഇവിടെ ഹോട്ടൽ സ്നോ, ഇവിടെ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് കയറാൻ ചെറിയ കുന്ന് മാത്രമുണ്ട് മുമ്പിൽ. ഇതാണ് ഇതിൻ്റെ മെയിൻ ലൊക്കേഷൻ. ഇത് നമ്മൾ നേരെ കയറിപ്പോയി അവിടുന്ന് തിരിഞ്ഞ് കയറണമായിരുന്നു. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് കണ്ടില്ല. क्या हो गया? ठीक है, तो फिर इधर से जाएगा. ഇത് ഷോർട്ട് വഴി ഇറങ്ങാനുള്ള പരിപാടിയാണ്. മെയിൻ വഴി അതിലെയാണ്. നമ്മളിപ്പോൾ ഇതിൽ ഷോർട്ട് ഉണ്ട് ഇറങ്ങാൻ വേണ്ടി. നമ്മൾ റോപ്പ് വേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. റോപ്പ് വേ ഇതിൽ വരുന്നുണ്ട് ഈ സ്നോ വ്യൂ പോയിൻറ്റിലേക്ക്. നൈനിതാളിൽ നിന്ന് നേരെ സ്നോ വ്യൂ പോയിൻറ്റിലേക്ക് റോപ്പ് വേ ഉണ്ട്. നമുക്ക് നമ്മൾ കയറിയത് മൊത്തം നടന്നാണ് വന്നത്. നടന്നു വരേണ്ട ആവശ്യമില്ല. സ്നോ വ്യൂ പോയിൻറ്റിലേക്ക് താഴേന്ന് റോപ്പ് വേ ഉണ്ട്. ഹായ് കുരങ്ങൻ. കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇറങ്ങിപ്പോകാൻ നല്ല സുഖം, നല്ല ഇറക്കം, നല്ല വഴി, തണുത്ത കാറ്റ്. തലങ്കം വിലങ്ങും 1000 വഴിയുണ്ട്. ഇതിലെ വന്നൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. നേരെ അങ്ങ് പോവാം. सीधे चलो, कहीं पहुँचेगा, नीचे तो पहुँचेगा ना. ഇത് വേറെ ഏതോ വഴി കേട്ടോ, നമ്മൾ വന്ന വഴിയല്ല. വന്ന വഴി നമുക്ക് തെറ്റി. പക്ഷെ എങ്ങോട്ടായാലും താഴോട്ടുള്ള വഴിയാണ്. താഴോട്ടുള്ള വഴിയായതുകൊണ്ട് താഴെ എത്തും എന്ന് പ്രതീക്ഷ അങ്ങ് പോവാം.
ഏത് കോപ്പിലെ വഴിയാണ് ദൈവം ഇത്? ഇത് വേറെ ഏത് വഴി? നമ്മൾ കയറി വന്ന് ഇറങ്ങി വരുന്നു. ഇത് ഇറങ്ങി വന്ന് ഇതിലേ പോയിട്ട് അതിലേ വളഞ്ഞ് അവിടെയാണ് ലേക്ക്. അപ്പോൾ നമുക്ക് ലേക്ക് എത്തിയാൽ മതി. അതിനുശേഷം നമുക്ക് ബാക്കി ലേക്ക് വട്ടം കറങ്ങാം. तो हर दिन नीचे से पानी लेकर आता है? हर दिन नीचे से पानी लेकर आता है क्या पीने के लिए? हाँ ओके. ऊपर पानी नहीं मिलता है? खराब पानी मिलता है. ओके. ये पीने के लिए? പിള്ളേർ കന്നാസിൽ വെള്ളം കൊണ്ടുവരണം കേട്ടോ. മുകളിൽ കുടിക്കാനുള്ള വെള്ളം കിട്ടുന്നില്ല എന്ന്, അതുകൊണ്ട് താഴെ നിന്ന് വെള്ളം ചുമന്നുകൊണ്ട് വരുവാണ്. ഇഷ്ടം പോലെ വണ്ടി മുകളിലേക്ക് പോകുന്നുണ്ട്. ഇതെല്ലാം താഴെ നൈനിതാലുള്ള ടാക്സി കേട്ടോ, UK ടാക്സിയാണ്. അത് താഴെ വരെ ബസ്സിന് വന്നിട്ട് ഹോട്ടൽ റൂം എടുക്കുന്നവർ മുകളിൽ വ്യൂ കാണാൻ വേണ്ടി പോകുന്നതാണ് വണ്ടി ബുക്ക് ചെയ്തിട്ട്, ടാക്സി ബുക്ക് ചെയ്തിട്ട്. അപ്പോൾ ഫാമിലിയായിട്ട് വരുന്നവർക്കൊക്കെ താഴെ വന്നു കഴിഞ്ഞാൽ താഴെ നിന്ന് ടാക്സി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മൊത്തം കറങ്ങാം. ഇതിലെ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലമാണ്. മഴക്കാലത്ത് വന്ന വെള്ളം ചാടി ആ വെള്ളം ഇതിലേ ഒഴുക്കിയാണ് പോകുന്നത്. നല്ല രസമല്ലേ കാണാൻ. താഴെ കാണുന്നത് ഒരു വീടോ ബിൽഡിംഗ് കണ്ടാണ്. അതിന് മുകളിൽ ഇല്ല, വീട് ബിൽഡിംഗ് ഒന്നുമില്ല കേട്ടോ. ഇത് പാർക്കിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന സ്ഥലം കേട്ടോ. നമുക്കത് പോയി നോക്കാം. ഇത് കമ്പി വെച്ചിട്ട് പാർക്കിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന സ്ഥലമാണ്. താഴോട്ട് വലിയ കുഴിയാണ്. वाह, इधर से पूरा बोटिंग शुरू किया ना सब लोग. मस्त जगह बनाना पार्किंग के लिए. പാർക്കിങ്ങിന് സ്ഥലമില്ലെങ്കിലൊക്കെ പാർക്കിങ്ങിന് സ്ഥലം ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയും പാർക്കിങ്ങിന് സ്ഥലം ഉണ്ടാക്കാം. താഴെയൊക്കെ ഇതേപോലെ ഓരോ കമ്പി വെൽഡ് ചെയ്തിട്ടുണ്ടാക്കിയ വീടുകളാട്ടോ. ചെറിയ ചെറിയ റിസോർട്ട് പോലെ. ഇത് റോഡ് ഒരു നില, താഴെ 2 നില, 3, 4, 5 നില, ഓരോരോ താഴോട്ട് മൊത്തം ബിൽഡിങ്ങാണ്. അതായത് താഴെ മുതൽ സ്റ്റെപ്പ് പോലെ ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചേക്കുവാണ്. ഓരോ ബിൽഡിങ്ങിന് മുകളിൽ ഓരോ ബിൽഡിങ് വെച്ച് സ്റ്റെപ്പ് പോലെ. ഇങ്ങനെ നമ്മൾ ഏകദേശം താഴെ എത്താനായി കേട്ടോ. നല്ല ക്ലൗഡി ആയിട്ടുള്ള വെതറാണ് ഇന്ന്. തണുപ്പുമുണ്ട്, തണുത്ത കാറ്റുമുണ്ട്. എവിടെ നോക്കിയാലും അവഞ്ചറ കാണാറുണ്ട്. ഇവിടെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ നൈനിതാൾ ലേക്കിൻ്റെ ഏകദേശം ഒരു ലുക്ക് കിട്ടും കേട്ടോ. നമ്മളേകദേശം താഴെ എത്തിയെന്ന് പറയാം. നൈനിതാൾ ലേക്ക്. വാ, ഫൈനലി നമ്മൾ താഴെ എത്തി. ലേക്ക് ഇവിടെയാണ് നമ്മൾ കണ്ട സെൻറ്റ് ഫ്രാൻസിസ് കാത്തലിക് ചർച്ച് നൈനിതാൾ. അപ്പോൾ നമുക്കൊന്ന് പള്ളിയിലൊന്ന് പോയിട്ട് വരാം. സൺഡേ ആണ്, പഴയ പള്ളിയാന്ന് തോന്നുന്നു കേട്ടോ. നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതാണ് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്, കാത്തലിക് ചർച്ച്. പഴയ പള്ളിയാന്ന് തോന്നുന്നു. ഉള്ളിട്ട് ക്യാമറയും കൊണ്ട് പോകുന്നത് ശരിയല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ നിർത്താവേ.